മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് 8ാം ക്ലാസ്സിലെ നമ്മളുടെ ആനുവൽ എക്സാം നമ്മളുടെ തൊട്ടടുത്ത് വന്നെത്തി നിൽക്കുകയാണ് അല്ലെ. ആദ്യം തന്നെ നമ്മൾ എഴുതാൻ പോകുന്നത് നമ്മളുടെ സ്വന്തം മലയാളം പരീക്ഷയാണ് അല്ലെ. അപ്പൊ അതിന്റെ ഒരു സന്തോഷമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ മലയാളം നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ സൈലത്തിന്റെ കൂടെ നമ്മൾ തകർത്ത് അടിപൊളിയായി പഠിച്ച് പരീക്ഷ എഴുതിയതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണോടാ, നമുക്ക് ആനുവൽ എക്സാം നമ്മുടെ വാർഷിക പരീക്ഷയും നമുക്ക് സൂപ്പർ ആക്കണം. 40-ൽ 40 മാർക്കും നമുക്ക് എന്ത് ചെയ്യണം, നേടിയെടുക്കണം അല്ലെ. അപ്പോൾ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മക്കളോട് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മക്കളോട് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ വന്നിരിക്കുന്നത്. ഏതൊക്കെയാണ്? നമ്മുടെ ആദ്യത്തെ പാഠഭാഗത്തിൽ നിന്ന് തന്നെയുള്ള ഒരു ചോദ്യമാണ് ടീച്ചർ ആദ്യം പറഞ്ഞുതരാൻ പോകുന്നത്. അവിടെ അല്ലെ കവയിത്രി തന്റെ ഒരുപാട് കാലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ, ഒരുപാട് ജീവിതത്തിലുള്ള പല പല കാലഘട്ടത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ബാല്യകാലം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ആ ബാല്യകാലത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. എന്തായിരുന്നു ബാല്യകാലത്തിന്റെ പ്രത്യേകത? അമ്മ പറയുന്നതിന്റെ അപ്പുറത്തേക്ക് മറ്റൊന്നും ബാല്യകാലത്തിൽ ഇല്ലായിരുന്നു അല്ലെ. അമ്മയുടെ വാക്കുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കുട്ടി കരുതിയിരുന്നത്. അതേപോലെ എന്ത് ചെയ്തിരുന്നു, ഓണക്കാലമാകുന്ന സമയത്ത് അല്ലെ പൂനുള്ളി പോയിരുന്നു എന്നും പൂനുള്ളാൻ വേണ്ടി കൂട്ടുകാരോടൊത്ത് പോയിരുന്നു എന്ന് പറയുന്നതും, കോവിലിൽ എന്താണ് ക്ഷേത്രത്തിൽ പോയിട്ട് കൈകോപ്പി കഴിഞ്ഞാൽ കാപ്പാകും, എന്ത് കരിവള കാപ്പാകും എന്ന് അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുട്ടി ആലോചിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത്തരത്തിൽ വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു ബാല്യകാലം അല്ലെ, എല്ലാരോടും പുഞ്ചിരിച്ച് അല്ലെ, എല്ലാരെയും സ്നേഹത്തോടുകൂടെ, ആരോടും ദേഷ്യമില്ലാതെ വിദ്വേഷമില്ലാതെ എല്ലാരോടും പുഞ്ചിരിയോടുകൂടെ പെരുമാറിയിരുന്ന കാലമായിരുന്നു ബാല്യകാലം എന്ന് പറയുന്നു. പിന്നെ പുസ്തക സഞ്ചിയിൽ കൊച്ചു നെല്ലിക്കയും പച്ചപ്പുളിയും ഒളിച്ച കാലം എന്ന് പറയുന്നുണ്ട് അല്ലെ. നമ്മളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മൾ അതുപോലെ എന്ത് ചെയ്യാറുണ്ട്, നമ്മളും ബാഗിലൊക്കെ പല സാധനങ്ങൾ ഇങ്ങനെ ഒളിച്ചു വെച്ചൊക്കെ പോലെ. അപ്പൊ പച്ചപ്പുളിയും കൊച്ചു നെല്ലിക്കയൊക്കെ ആയിരുന്നു കവയിത്രിയുടെ ബാല്യകാലത്ത് അവരുടെ പുസ്തക സഞ്ചിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ അന്ന് പൂക്കളം തീർത്തിരുന്നു അല്ലെ. ഇങ്ങനെ പല പല ഗൃഹാതുരമായിട്ടുള്ള ഓർമ്മകളും അല്ലെ, പഴയ കാലത്തിന്റെ മനോഹരമായിട്ടുള്ള ഓർമ്മ ചിത്രങ്ങളെ കുറിച്ചാണ് അല്ലെ ബാല്യകാലത്തെ കണക്ട് ചെയ്തുകൊണ്ട് ആര് പറയുന്നത്, എഴുത്തുകാരി പറയുന്നത്. ഇനി വാഴവെട്ട് എന്ന കഥയില് വാഴകൾക്ക് മനുഷ്യ സ്വഭാവം കൽപ്പിച്ചിരിക്കുന്നത് എങ്ങനെ എന്നൊരു ചോദ്യം അല്ലെ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. മേ ബി ഇതുപോലെ തന്നെ നമുക്കും എന്ത് ചെയ്യാം, പരീക്ഷയിൽ അല്ലെ നമ്മുടെ ആനുവൽ എക്സാമിന് ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ എന്താണ് ആ വാഴവെട്ട് എന്ന കഥയിൽ വാഴകൾക്ക് മനുഷ്യ സ്വഭാവം കൽപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? അത് ഒരു അല്ലെ മാർക്കോസ് ചേട്ടന്റെ കുട്ടികളെ പോലെയാണ്, മക്കളെ പോലെയാണ് വാഴകളെ വളർത്തിയിരുന്നതെന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ വാഴകൾക്ക് മനുഷ്യഭാവം കൽപ്പിച്ചിരിക്കുന്ന അനവധി സന്ദർഭങ്ങൾ ആ വാഴവെട്ട് എന്ന് പറയുന്ന കഥയിൽ നമ്മൾ കാണുന്നുണ്ട്. മറ്റു കഥാപാത്രങ്ങളെ പോലെ തന്നെ വാഴയും കഥയിലെ ഒരു കഥാപാത്രമായി മാറുകയാണ് അല്ലെ. പരിഷ്കാരികളായ ഉദ്യോഗസ്ഥർ വാഴത്തൈകൾ വെട്ടാനായി വന്നപ്പോ മാർക്കോസ് ചേട്ടനോടൊപ്പം ആ വാഴത്തൈകളും എന്ത് ചെയ്തു, നടുങ്ങി അല്ലെ. മാർക്കോസ് ചേട്ടന്റെ സങ്കടം വാഴകൾക്ക് തിരിച്ചറിയാം. അദ്ദേഹത്തിന്റെ ദുഃഖത്തില് വാഴകളും എന്ത് ചെയ്തിരുന്നു, പങ്കു ചേർന്നിരുന്നു അല്ലെ. അതേപോലെ പങ്കു ചേരുന്നുണ്ട് അല്ലെ. അതേപോലെ എന്താണ്, സങ്കടത്തിന് താങ്ങാവുന്ന അല്ലെ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാള് നമ്മൾ വിഷമിച്ചിരിക്കുമ്പോ എന്ത് ചെയ്യും, പോട്ടടാ സാരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെങ്ങനെ ആശ്വസിപ്പിക്കുകയും തലോടുകയൊക്കെ ചെയ്യും അല്ലെ. അതേപോലെ എന്താണ് ഇവിടെ വാഴത്തൈകള് അതിന്റെ മന്ദമായിട്ടുള്ള ഇലകൾ കൊണ്ട് വീശി അല്ലെ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചിരുന്നു എന്ന് പറയുന്നു അല്ലെ. പിന്നെ ചോര ഒലിപ്പിച്ചുകൊണ്ട് ഓരോ വാഴത്തൈകളും എഴുന്നേറ്റ് നിന്ന് മാർക്കോസ് ചേട്ടനോട് സംസാരിക്കുന്നത് സ്വപ്നത്തിൽ കാണുന്നുണ്ട് അല്ലെ. ഇങ്ങനെ ഒരു മനുഷ്യ കഥാപാത്രം, ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത് ആ രീതിയിലൊക്കെ വാഴകൾ ഇവിടെ പെരുമാറുന്നുണ്ട് അല്ലെ. കർഷകരോട് നീതി പുലർത്താത്ത ഇന്നത്തെ ഭരണരീതി മാറുമെന്നും കർഷകരുടെ രാജ്യം വരുമെന്നും സ്വതന്ത്രമായ ആ ഭൂമിയിൽ വെച്ച് വീണ്ടും കാണാമെന്നും പറഞ്ഞുകൊണ്ട് വാഴത്തൈകൾ ആ കർഷകന്റെ മനസ്സിൽ പ്രതീക്ഷയുടെ വിത്തുകൾ പാകുന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കഥയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇത്തരത്തിൽ അല്ലെ ഒരു മനുഷ്യ കഥാരൂപത്തിന് അല്ലെങ്കിൽ കഥാപാത്രത്തിന് തുല്യമായിട്ട് അല്ലെ എല്ലാ വേദനകൾക്കും ആശ്വാസം എന്ന പോലെ എന്ത് ചെയ്യുന്നുണ്ട്, കഥയുടെ അന്ത്യത്തിൽ വാഴത്തൈകള് അയാളുടെ വിരലുകളിൽ വെണ്മയുടെ ലേപനം പുരട്ടുന്നു എന്നൊക്കെ കഥയിൽ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത്തരം സന്ദർഭങ്ങളൊക്കെ കണക്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇത് യഥാർത്ഥത്തിൽ എന്താണ്, കഥയിൽ ഒരു കഥാപാത്രത്തിനോളം സ്ഥാനമാർക്കുണ്ട്, വാഴകൾക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, ഈ ലോകത്തിലെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ആവോളം ആസ്വദിച്ചോളൂ, അപ്പോഴും
കയ്യിലുള്ള കരണ്ടിയും അതിലെ 2 തുള്ളി എണ്ണയും എന്ത് ചെയ്യണം, മനസ്സിലുണ്ടാവണം. അത് തന്നെയാണ് സന്തോഷത്തിന്റെ രഹസ്യം. അതേപോലെ മറ്റൊരു ചോദ്യം എന്താണ്, ഏത് ദൂസര സങ്കല്പത്തിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പോവും. വിഷുക്കണി എന്ന് പറയുന്ന വൈലോപ്പിള്ളിയുടെ കവിതയിലെ വരിയാണ്. ജ്ഞാനിയുടെ ഉപദേശവും കവിതയിലെ വരികളും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഇതൊരു മുൻ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾക്കറിയാം, എണ്ണ നിറച്ച കരണ്ടി എന്ന പാഠഭാഗവുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് നമ്മൾ എങ്ങനെ ഉത്തരം എഴുതും? നമ്മളുടെ ജീവിത മൂല്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചാണ് കവിതയിലും നമ്മളുടെ ഗദ്യഭാഗത്തിലും എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഇങ്ങനെ മൂല്യങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ സ്വപ്നങ്ങൾക്കനുസരിച്ച് ജീവിതം നമുക്ക് ആസ്വദിക്കാം. ഏത് തരത്തിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം, നമ്മളുടെ സ്വപ്നത്തിനനുസരിച്ച് ജീവിതത്തെ നമുക്ക് ആസ്വദിക്കാം. പക്ഷെ അപ്പോഴൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ ജീവിത മൂല്യങ്ങൾ നമ്മൾ കൈവിടാൻ പാടില്ല. അല്ലെ, ഏത് ദൂസര സങ്കല്പത്തിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും നമ്മളുടെ മനസ്സിൽ അല്ലെ ഗ്രാമത്തിന്റെ വിശുദ്ധിയും മമതയും മണവും ഇത്തിരി കൊന്നപ്പൂവും ഉണ്ടാവണം. അല്ലെ, നമ്മുടെ ഗ്രാമീണത, നമ്മുടെ സംസ്കാരം, നമ്മളുടെ മൂല്യങ്ങളൊക്കെ നമ്മൾ മുറുകെ പിടിച്ചിരിക്കണം എന്നാണ് വൈലോപ്പിള്ളി പറഞ്ഞത്. അത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, സന്തോഷത്തിന്റെ രഹസ്യം എന്ന് പറയുന്ന കഥയിലൂടെ ആരോ പറയുന്നത്, നമ്മുടെ ഗദ്യഭാഗത്തും അല്ലെ, എണ്ണ നിറച്ച കരണ്ടി എന്ന് പറയുന്ന പാഠത്തിലും പറയുന്നത്. അല്ലെ, അപ്പൊ എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ജീവിതത്തിലെ യഥാർത്ഥ സന്തോഷം നമുക്ക് സാധ്യമാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. അല്ലെ, ഇതാണ് ജ്ഞാനി എന്ത് ചെയ്യുന്നത്, ബാലന് നൽകുന്ന ഉപദേശത്തിന്റെ പൊരുൾ. വിഷുദിനത്തിൽ കവി തന്റെ മകന് നൽകുന്ന എന്താണ് ആശയാണ്, അല്ലെങ്കിൽ ഒരു സമ്മാനമാണ് വിഷുക്കണി എന്ന കവിത. അല്ലെ, എത്രമാത്രം പൊടി പിടിച്ച് അന്തരീക്ഷത്തില് യന്ത്രങ്ങൾക്ക് പ്രാധാന്യമുള്ള ലോകത്തിൽ ജീവിക്കേണ്ടി വന്നാലും ഗ്രാമത്തിന്റെ വെളിച്ചം മനസ്സിൽ സൂക്ഷിക്കുക എന്ന ആശയമാണ് അല്ലെ കവി നൽകുന്നത്. അപ്പൊ മാറുന്ന ജീവിത സാഹചര്യത്തിൽ അല്ലെ ഒരുപാട് ഇപ്പൊ നാട്ടിലേക്കാളും ആളുകളൊക്കെ പുറത്ത് രാജ്യങ്ങളിലാണ് താമസിക്കുന്നത്. അപ്പൊ എവിടെ പോയി കഴിഞ്ഞാലും നമ്മളുടെ ഒരു സംസ്കാരം, നമ്മളുടെ മൂല്യങ്ങൾ അല്ലെ ഒക്കെ നമ്മൾ കൈവിടാതെ കൈമോശം വരാതെ സൂക്ഷിക്കണം എന്ന് പറയാണ്. അല്ലെ, പുതിയ തലമുറയെ ജീവിത മൂല്യത്തെക്കുറിച്ചും അല്ലെ അതിന്റെ ഭംഗിയെക്കുറിച്ചും ഒക്കെ കവി ഓർമ്മിപ്പിക്കുന്നു. പ്രലോഭനങ്ങളിലൊന്നും വീണു പോവാതെ വിവേകത്തെ മുറുകെ പിടിച്ച് ജീവിത വിജയം നേടണം എന്ന സന്ദേശവും എന്ത് ചെയ്യുന്നുണ്ട്, കവിത നൽകുന്നുണ്ട്. അപ്പൊ ഇത്തരത്തില് 2 പാഠഭാഗവും തമ്മിലും എന്താണ് വളരെ പ്രധാനപ്പെട്ട ബന്ധമുണ്ട്. ആ ബന്ധം എന്താണ്, ജീവിതത്തില് നമ്മളുടെ പൈതൃകത്തെ, സംസ്കാരത്തെ അല്ലെ എന്തിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, അതൊന്നും കൈമോശം വരുത്തരുതെന്നാണ് ഈ 2 കവിതാഭാഗവും ഗദ്യഭാഗവും നമുക്ക് തരുന്ന ആശയം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ യൂണിറ്റിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ടീച്ചർ പരിചയപ്പെടുത്തിയത്. ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ എന്ത് ചെയ്യാനുണ്ട്, ഇനിയും നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് ഇനി ലൈവുകളിലും അല്ലെ തുറന്നുള്ള ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമുക്ക് ഉഷാറാക്കണം. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കണം.